ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫെബ്രുവരിയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എഡിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നാട്ടിൽ നിന്ന് നമ്മുടെ ഒരു ആൻറ്റി അങ്കിളും വന്നു കഴിഞ്ഞപ്പോഴുള്ള 2-3 ദിവസത്തെ കലാപരിപാടികളാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഇതെല്ലാം അവർ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. കപ്പയും ചക്കയും ചേനയും അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ വന്ന ദിവസം തുടങ്ങിയിട്ടുള്ള ഞാൻ എടുത്ത വീഡിയോ ക്ലിപ്പുകളെല്ലാം ചേർത്ത് ഇടയ്ക്കുന്നും തലയ്ക്കുന്നൊക്കെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ആ വീഡിയോകളെല്ലാം കൂടി ചേർത്ത് ഒരൊറ്റ വീഡിയോ ആക്കാമല്ലോ എന്ന് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മിക്സിങ് വീഡിയോൻ്റെ അകത്ത് ചായ കുടിക്കുന്നതും ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതും എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. ആ ഒരിടയ്ക്കായിരുന്നു നമ്മുടെ ഉദയേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നത്. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഇതിൻ്റെ അകത്ത് തന്നെ കൊടുക്കാമല്ലോ എന്ന്. ജനുവരി ഫെബ്രുവരി മാസത്തിലെല്ലാം ഭയങ്കര ചൂടായിരുന്നു. അവർ വന്ന സമയത്തൊക്കെ നല്ല ചൂടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ മാർച്ച് തുടങ്ങി മാർച്ച് തീരാറായപ്പോഴായിരുന്നു 1-2 മഴ പെയ്ത് പോയത്. പിന്നെ അവർ വന്ന ഇടയ്ക്കായിരുന്നു കേട്ടോ നമ്മൾ ആദിയോഗിയിൽ പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ വീഡിയോ ഞാൻ കാണിച്ചത് നമ്മൾ ഗൂഗിൾ മാപ്പ് വഴി നോക്കി പോയിക്കൊണ്ടിരുന്നപ്പോൾ മാപ്പ് നമുക്ക് പണി തന്നു. ഒരു റോഡിലെത്തിക്കഴിഞ്ഞപ്പോൾ സ്റ്റക്കായിപ്പോയി. വീണ്ടും തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹൈവേയിലോട്ടൊക്കെ കയറി കഴിഞ്ഞപ്പോഴായിരുന്നു കുറച്ച് സമാധാനം കിട്ടിയത്. ആദിയോഗിയിൽ 7:20 കേട്ടോ ലൈറ്റ് ഷോ നടക്കുന്നുണ്ടായിരുന്നേ. അപ്പം അതിക്ക് മുന്നേ തന്നെ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. റോട്ടിൽ സൂര്യൻ ചേട്ടൻ നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴാട്ടോ പാരാഗ്ലൈഡിങ് ദേ കാണുന്നില്ലേ നിങ്ങൾ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് എന്ത് സാധനമാണ് ഇങ്ങനെ പറന്നു പോകുന്നതെന്ന് കേട്ടോ. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പിന്നെ നമ്മൾ ഇടയ്ക്ക് കയറി ചായ ഒക്കെ കുടിക്കാനൊക്കെ കയറിയായിരുന്നു കേട്ടോ. അവർ ചായയും വടയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാനൊരു ഐസ്ക്രീം പറഞ്ഞിട്ട് പോസ്റ്റ് അടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അവസാനം അവിടെ പോയി എടുക്കേണ്ടി വന്നായിരുന്നു. പിന്നെ നമ്മളിതാ ആദിയോഗിയിൽ എത്തിയ കാഴ്ചകളൊക്കെയാണ് കാണിക്കുന്നത്. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഈ ഒരു ലൈറ്റ് ഷോ ഒരു 15 മിനിറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. ആദ്യം ഞാനും ഉദയേട്ടനും ആദിയോഗി പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ഇവിടെ ബാംഗ്ലൂരുള്ള കാര്യം അത്ര അറിവില്ലായിരുന്നു. ഞാൻ കോയമ്പത്തൂരായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെയാണ് ബാംഗ്ലൂർ ഇഷ ആദിയോഗി ഉണ്ടായിരുന്ന കാര്യം ഞാൻ അറിഞ്ഞു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ ഇടയായത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഒരു നൈറ്റ് റൈഡായിരുന്നു കേട്ടോ. എന്താ പറയുക, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്താ പറയുക, ബാംഗ്ലൂർ വന്നിട്ട് ഫസ്റ്റ് ടൈം പബ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മൾ പബ്ബിലൊക്കെ പോവുകയാണെങ്കിൽ അവിടേക്ക് മാത്രമായിട്ട് പോകണമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ട്രാവലൊക്കെ ചെയ്ത് ഭയങ്കര ടയേർഡായിട്ടായിരുന്നു പോയത്. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ആ ഒരു മൂഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് നമ്മൾ ആദിയോഗി പോകുന്നതിന് മുന്നേ എടുത്തൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അത് പിന്നിലായി പോയിട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോയ കാഴ്ചകളൊക്കെ ആയിരുന്നു. അപ്പോൾ ആൻറ്റി വന്നതുകൊണ്ട് കപ്പയും അതുപോലെ തന്നെ മീൻകറിയും ബീഫൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടായിരുന്നു നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നേ. ആൻറ്റി അങ്കിളും ഫസ്റ്റ് ടൈം അല്ല കേട്ടോ ബാംഗ്ലൂർ വന്നേക്കുന്നത്. ഇതിക്ക് മുന്നേ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും അവർക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ മാക്സിമം നമുക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്കായിരുന്നു ഉദയേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നത് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേയുടെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ പിൻ ചെയ്യാം. അങ്ങനെ ഞാൻ ഉദയേട്ടനൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രോയിങ് ആയിരുന്നു കേട്ടോ. ഉദയേട്ടനൊട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഗിഫ്റ്റ് കൊടുക്കും എന്നുള്ളത് അറിയായിരുന്നു. എല്ലാ ബർത്ത്ഡേക്കും ഞാൻ ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു ഡ്രോയിങ് ആണെന്ന ആൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊരു സർപ്രൈസ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.
പറഞ്ഞ പോലെ ഇതുപോലുള്ള ഡ്രോയിങ്ങൊക്കെ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെയും എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടാണ്, ആളാണിത് ചെയ്തു തന്നത്. അപ്പോൾ ആളുടെ ആ ഒരു ഐഡിയും ഞാനിവിടെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം എന്നാണെങ്കിൽ എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാം വഴിയായിട്ട് ചോദിച്ചാലും മതി കേട്ടോ. ഇത് നമ്മളിങ്ങനെ എവിടെയോ ബന്നാർഘട്ടയ്ക്കാന്ന് തോന്നുന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ അങ്കിൾ ഉറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു, ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബായ്.